യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. ആത്മാവേ എന്നിൽ നിറയണമേ, ആത്മാവേ എന്നിൽ നിറയണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ. യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് ഏശയ്യാ ദീർഘദർശി പറഞ്ഞത് അന്ധകാരത്തിൽ കഴിഞ്ഞ ജനത ഒരു വെളിച്ചം കണ്ടു എന്നാണ്. അന്ധകാരമുള്ളിടത്ത് എന്തെങ്കിലും കാണുവാനോ അനുഭവിക്കുവാനോ നമുക്ക് സാധിക്കില്ല. അതുപോലെ തന്നെ യേശുവിനോടൊത്തല്ലാത്ത നിമിഷങ്ങളിൽ ഒന്നും യഥാർത്ഥത്തിൽ അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു എന്നരുളി ചെയ്ത കർത്താവിൻ്റെ പ്രകാശത്തിൽ ജീവിതത്തെ കാണുവാനും ആ പ്രകാശത്തിൽ ജീവിക്കുവാനും സാക്ഷ്യം വഹിക്കുവാനും നമുക്ക് സാധിക്കണം. ഇന്ന് നമ്മോട് വചനം പങ്കുവയ്ക്കുന്നത് കാരിസ് ഭവൻ ധ്യാന കേന്ദ്രത്തിൽ നിന്നും ഫാദർ ബിജിൽ ചക്കിയത്താണ്. ഒരു വ്യക്തിയുടെ ജീവിത സാക്ഷ്യം കേട്ടുകൊണ്ട് ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. എനിക്ക് രണ്ട് പെൺമക്കളാണ് എനിക്കുള്ളത്. എനിക്ക് എൻ്റെ വീട്ടിൽ ഒരു സൈക്കിള് പോലും ഇല്ലാത്ത ഒരവസ്ഥയാണ്. എൻ്റെ ഭർത്താവിനോ എനിക്കോ എൻ്റെ മക്കൾക്കോ ഒരു സൈക്കിൾ ഓടിക്കാൻ പോലും അറിയില്ലായിരുന്നു. ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട്. ഒരു പള്ളിയിലോട്ടാണെങ്കിലും കൈപ്പുഴ പള്ളിയിൽ വരെ പോകണമെങ്കിൽ നടന്നു ചെല്ലുമ്പോൾ കുർബാനയുടെ പകുതി സമയമെങ്കിലും ആകും. ഞങ്ങൾക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ ഒരു ആൺമക്കളോ ആളില്ലാത്ത കാരണം ഞാൻ യേശുവിനോട് പ്രാർത്ഥിച്ചു, ദൈവമേ ഞങ്ങൾക്കൊരു സ്കൂട്ടർ കയറി പഠിച്ച് എനിക്കൊന്ന് പോകാൻ എനിക്ക് ആഗ്രഹമുണ്ട്, നീ അവിടുന്ന് എനിക്ക് വെളിപ്പെടുത്തി തരണം, ഞാൻ പഠിക്കണോ പഠിക്കണ്ടയോ, കാരണം എനിക്കറിയില്ല, എനിക്കൊരു സൈക്കിളിൻ്റെ ബാലൻസ് പോലും എനിക്കില്ലാത്ത അവസ്ഥയാണ്, നീ അതെനിക്ക് നിറവേറ്റി തരണം, ഞാൻ കാരിസ് ഭവനിൽ വന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം, എനിക്ക് വലിയൊരു ആഗ്രഹമുണ്ട്. ഞങ്ങളുടെ അവസ്ഥ നിങ്ങൾക്കറിയാം, ഞങ്ങളുടെ വീട്ടിൽ കുറച്ചങ്ങ് പാടത്തിൻ്റെ തീരത്താണ്, അവിടെ നിന്നൊക്കെ പോകണേ ബുദ്ധിമുട്ടുണ്ട്. യേശുവിനോട് ഞാൻ വളരെയധികമായിട്ട് പ്രാർത്ഥിച്ച് ഞാൻ പോകണ്ടയോ. അങ്ങനെ ഞാൻ എൻ്റെ ആഗ്രഹം, എൻ്റെ മോള് വീട്ടിൽ നിന്നാണ് ജോലിക്ക് പോകുന്നത്, അവൾക്കും അറിയില്ല, അവളും പഠിക്കാൻ പോയി. അപ്പോൾ ആ സമയം ഞാനും എൻ്റെ യേശുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് പോയി പഠിക്കാൻ ചെന്നപ്പോൾ അവിടുത്തെ പഠിപ്പിക്കുന്ന കൊച്ചു പറഞ്ഞു, ചേച്ചിക്ക് ഇത് പഠിക്കണം എന്ന് തോന്നുന്നു, കാരണം പറ്റില്ല, കാരണം ഒരു സൈക്കിൾ പോലും അറിയാൻ പാടില്ലാത്ത ചേച്ചി ഒരു സൈക്കിൾ കയറി പഠിച്ചിട്ട് വാ ഇവിടെ. എന്നിട്ടും ഞാൻ പിന്മാറിയില്ല, ദൈവത്തോട് പറഞ്ഞു, ദൈവം ഞാൻ എന്നാൽ പുറകോട്ട് പോക്കോളാം, വേണ്ട, എൻ്റെ ആഗ്രഹം നടത്തി തരണം. പിറ്റേ ദിവസം എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞു, നീ ധൈര്യമായിട്ട് തന്നെ പോക്കോ, 4 ദിവസം കൊണ്ട് നീ പഠിച്ച് തീർക്കും. ഞാൻ ദൈവത്തെ വിളിച്ച് വീണ്ടും ചെന്നു. എനിക്ക് ധൈര്യമായിട്ട് ആദ്യ ബാലൻസ് എനിക്ക് ചവിട്ടാനുള്ള ഇത് ദൈവം തന്നു. എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ 4 ദിവസം കൊണ്ട് ഞാൻ സ്കൂട്ടർ ബാലൻസ് എനിക്ക് കിട്ടി. അങ്ങനെ ഞാൻ 2 ആഴ്ച 3 ആഴ്ച കൊണ്ട് എനിക്ക് ലേണേഴ്സ് കിട്ടി. അത് കഴിഞ്ഞ് ഞാൻ 8 എടുക്കുന്ന ഇതിനായിരുന്നു. അത് എൻ്റെ ഒപ്പം പഠിക്കുന്ന എന്നെ കഴിഞ്ഞും താഴെയുള്ള കുഞ്ഞുങ്ങളെ കഴിഞ്ഞും ഇതായിട്ട് ഞാൻ 8 എടുത്തു. എനിക്ക് ലൈസൻസും കിട്ടി. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ആദ്യമായിട്ട് ഞാൻ ഇവിടെ വന്ന് കാരിസ്വാനി വണ്ടി ഓടിച്ച് വരും. തീർച്ചയായിട്ടും ഇന്ന് ഞാൻ നല്ലപ്പം ഇവിടെ വരെ യാതൊരു ആപത്തും കൂടാതെ വന്നിട്ട് ഞാൻ വെഞ്ചരിച്ച് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. യേശുക്രിസ്തുവിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന സഹോദരി സഹോദരങ്ങളെ, ഇന്നത്തെ ക്ഷേമ ഇസ്രായേൽ എപ്പിസോഡിലേക്ക് നിങ്ങളേവരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെയൊക്കെ ആത്മീയ ജീവിതവുമായി ബന്ധപ്പെട്ട വളരെ ഏറ്റവും കാതലായ ഒരു വിഷയമാണ് ദൈവത്തിൻ്റെ ആത്മാവ് എന്ന വചനത്തിലൂടെ നമ്മളോട് സംസാരിക്കാൻ പോകുന്നത്. ഹൃദയത്തെ വിശുദ്ധീകരിക്കാം, മനസ്സിനെ വിശുദ്ധീകരിക്കാം, ഇപ്പോൾ നമ്മളായിരിക്കുന്ന ചിന്തകളെ, നമ്മുടെ മനോഭാവങ്ങളൊക്കെ വിശുദ്ധീകരിക്കാം. അപ്പോൾ കർത്താവിൻ്റെ വചനം അതുപോലെ ആഴത്തിൽ നമ്മുടെ ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കും. കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന വചനം യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാമത്തെ വചനമാണ്. യോഹന്നാൻ്റെ സുവിശേഷം
8-ാം അധ്യായം 12-ാമത്തെ വചനം. വചനം ഇങ്ങനെയാണ്: ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. എന്നെ അനുഗമിക്കുന്നവർ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല. അവന് ജീവൻ്റെ പ്രകാശമുണ്ടായിരിക്കും. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല. അവന് ജീവൻ്റെ പ്രകാശമുണ്ടായിരിക്കും. ഈശോ തന്നെ പറയുകയാണ്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്, പ്രകാശമാണ്. ഉൽപ്പത്തി പുസ്തകം ആരംഭത്തിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്, 1-ാം അധ്യായം 3-ാമത്തെ വചനം ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്: വെളിച്ചമുണ്ടാകട്ടെ, വെളിച്ചമുണ്ടായി. ദൈവം പറഞ്ഞു വെളിച്ചമുണ്ടാകട്ടെ, വെളിച്ചമുണ്ടായി. നമ്മുടെ ചുറ്റുപാട് നോക്കിയാൽ, അല്ലെങ്കിൽ നമ്മുടെ തന്നെ ജീവിതത്തിലേക്ക് നോക്കിയാൽ നമുക്കറിയാം, വെളിച്ചം കിട്ടേണ്ട ജീവിതത്തിൻ്റെ ഒത്തിരി മേഖലകളുണ്ട്. ഇനി ഓരോ മേഖലകളിലും നമ്മൾ വെളിച്ചം കിട്ടുമ്പോഴാണ് ആ മേഖലകളിൽ ഒരു ദൈവത്തോട് ചേർന്നുള്ളൊരു ജീവിതം നമുക്ക് സാധ്യമാകുന്നത്. ഈ സൈക്കോളജിയൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കാറുള്ളൊരു കാര്യം ഷാഡോ സെൽഫ്. ഒരു ഷാഡോ സെൽഫ്, നമുക്ക് മറ്റാരും അറിയാൻ പാടില്ലാത്ത, മറ്റാരും കാണാൻ ആഗ്രഹിക്കാത്ത, മനസ്സിലാക്കാൻ ആഗ്രഹിക്കാത്ത ചില സ്വകാര്യതകൾ നമ്മുടെ ലൈഫിലൊക്കെ ഉണ്ട്. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ചില അന്ധകാരം ബാധിച്ച ചില ജീവിതത്തിൻ്റെ അവസ്ഥകൾ നമുക്കൊക്കെ ഉണ്ട്. അവിടെയൊക്കെ വചനം പറയുന്നു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. ഈ പ്രകാശം കടന്നു വന്നാൽ മാത്രമേ അന്ധകാരം മാറുള്ളൂ. നമുക്കറിയാം, അന്ധകാരത്തിന് അതിൽ തന്നെ ഒരു എക്സിസ്റ്റൻസ് ഇല്ല. പ്രകാശമില്ലാത്തിടത്താണ് അന്ധകാരം നിൽക്കുന്നത്. അപ്പോൾ വചനം പറയുന്നു, ഈശോ പറയുകയാണ് ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന് പറയുമ്പോൾ, ഈശോയാകുന്ന പ്രകാശം എന്നിലില്ലെങ്കിൽ ഞാൻ അന്ധകാരത്തിലാണ്. കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഈശോ പറഞ്ഞു ആ ലോകത്തിൻ്റെ പ്രകാശമാണ്. അപ്പോൾ പ്രകാശമായ വെളിച്ചമായ ഈശോ എന്നിലില്ലെങ്കിൽ ഞാൻ അന്ധകാരത്തിലാണ്. എൻ്റെ പ്രവൃത്തികളെല്ലാം അന്ധകാരത്തിൻ്റെ പ്രവൃത്തികളാകും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ബാഹ്യ നയനങ്ങൾ കൊണ്ട് ഈ ലോകത്തെ കാണണമെങ്കിൽ നമുക്ക് കൃത്യമായ അളവിലുള്ള ലോകത്തിൻ്റെ വെളിച്ചം വേണം. അതുകൊണ്ടാണ് ഇരുട്ടിൽ രാത്രിയിൽ നമുക്കൊന്നും കാണാൻ പറ്റില്ല, കാരണം സൂര്യപ്രകാശമില്ല. അപ്പോൾ നമ്മൾ ലൈറ്റ് ഇടേണ്ട ആവശ്യം വരും എന്തെങ്കിലും കാണണമെങ്കിൽ. നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമുക്ക് ഇരുട്ടിൽ പലതും കാണാൻ പറ്റാതെ പോകും. വെളിച്ചമുണ്ടെങ്കിൽ കാണാൻ പറ്റും. പകലാണ് സൂര്യപ്രകാശം ഉള്ളത് കൊണ്ട് നമുക്കെല്ലാം കാണാൻ പറ്റും. സൂര്യനില്ലാത്ത സമയത്ത് കാണാൻ പറ്റില്ല. അപ്പോൾ സൂര്യപ്രകാശത്തിൽ ലോകത്തെ കാണാൻ പറ്റുന്നത് പോലെ, പ്രിയപ്പെട്ടവരെ, ആത്മീയ ലോകത്തെ കാണാൻ പറ്റണമെങ്കിൽ ദൈവമാകുന്ന പ്രകാശം നമ്മുടെ ആത്മാവിൽ പ്രകാശിപ്പിക്കണം. ലോകത്തെ കാണാൻ പറ്റണമെങ്കിൽ ലോകത്തിൻ്റെ വെളിച്ചം ആവശ്യമുള്ളതുപോലെ നമ്മുടെ ആത്മീയ ലോകത്തിൻ്റെ കാര്യങ്ങൾ അറിയണമെങ്കിൽ, ആത്മീയ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ കാണാൻ പറ്റണമെങ്കിൽ നമ്മുടെ ആത്മാവിൽ വെളിച്ചം ഉണ്ടാകണം. ഈ വെളിച്ചം ഇല്ലാതാകുമ്പോൾ നമ്മൾ അന്ധകാരത്തിലാകുമ്പോൾ നമ്മുടെ പ്രവൃത്തികൾ അന്ധകാരത്തിൻ്റെ പ്രവൃത്തികളാണ്. എത്രയോ പേര് ഇവിടെ കാരിസ് ഭവനിൽ ധ്യാനത്തിന് വന്നുകൂടി, ധ്യാനം കൂടി എത്രയോ പേർക്ക് ഈ ആത്മാവിൽ വെളിച്ചം കിട്ടി കടന്നു പോയിട്ടുണ്ട്. വചനം കേൾക്കുമ്പോൾ ഈ വെളിച്ചം അനേകരുടെ ഹൃദയങ്ങളിലേക്ക് പ്രവേശിക്കുക. അതുകൊണ്ടാണ് ആദിയിൽ വചനമുണ്ടായിരുന്നു. ദൈവം വചനമാണ് പറയുന്നത്, വെളിച്ചമുണ്ടാകട്ടെ. അപ്പോൾ വെളിച്ചമുണ്ടായി. ആ ഈശോ തന്നെ പറയുന്നത്, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, വെളിച്ചമാണ്. എന്നിൽ വസിക്കുന്നവൻ അന്ധകാരത്തിൽ ജീവിക്കുന്നില്ല. ഞാൻ ഓർക്കുക, കുറേ നാളുകളായി കാരിസ് ഭവനിൽ വന്നൊരു 1-2 വർഷമെങ്കിലായി കാണും. ഒരു സഹോദരൻ വിവാഹം കഴിച്ചിട്ടില്ല. പ്രായം 10-13 വയസ്സായി, വിവാഹം നടന്നിട്ടില്ല. വിവാഹ തടസ്സമൊക്കെ ആയതുകൊണ്ടാണ് ധ്യാനത്തിന് വരുന്നത്. പിന്നെ അമ്മ നിർബന്ധിച്ച്, വീട്ടുകാരെ നിർബന്ധിച്ച്, ആരൊക്കെയോ പറഞ്ഞ് അങ്ങനെ ഒരു ധ്യാനത്തിന് വന്നതാണ്. ധ്യാന ദിവസങ്ങളിൽ ഞാൻ ഓർക്കുകയാണ്, കുമ്പസാരത്തിന് തൊട്ട് മുമ്പുള്ള ഭക്ഷണം കഴിക്കുന്ന സമയം ചൊവ്വാഴ്ച, ഞായറാഴ്ച ധ്യാനം തുടങ്ങും. ചൊവ്വാഴ്ച ഉച്ച കഴിഞ്ഞ് 2:30-ക്കാണ് കുമ്പസാരം. 1 മണിക്ക് ഭക്ഷണത്തിന് വിടും. ഈ ഭക്ഷണത്തിന് വിട്ട സമയത്ത് ഈ സഹോദരൻ ഭക്ഷണം കഴിക്കാൻ അവിടെ പോയിരുന്നിട്ട് പുള്ളിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. ഒരു ഉരുള ചോറെടുത്ത് വായ വയ്ക്കാൻ വേണ്ടി പറ്റുന്നില്ല. അവിടെ വെച്ചു, വീണ്ടും എടുത്ത് അങ്ങനെ വെച്ചു. പുള്ളി കൂടി ഇങ്ങനെ മനസ്സിങ്ങനെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുക. പുള്ളി ഈ പാത്രമൊക്കെ അവിടെ വെച്ചിട്ട് ഓടി, കയ്യൊക്കെ കഴുകിയിട്ട് ഓടി ഇങ്ങനെ കറങ്ങി നടക്കുന്ന സമയത്ത് എന്നെ കൺമുമ്പിൽ കണ്ടു. ഓടി നോട്ട്, അച്ഛൻ എനിക്കൊന്ന് കുമ്പസാരിക്കണം, അച്ഛൻ്റെ അടുത്ത് കുറച്ച് കാര്യം എനിക്ക് പറയണം.
ഞാൻ പറഞ്ഞു 2.5-1 മണിക്കൂറൂടെ കഴിയുമ്പോൾ കുമ്പസാരം ഉണ്ടല്ലോ, അപ്പോൾ വന്നാൽ മതി. ഭക്ഷണം കഴിച്ചോന്ന് ചോദിച്ചില്ല, ഭക്ഷണം കഴിച്ചില്ല. ഞാൻ പറഞ്ഞു, നീ ഭക്ഷണം കഴിക്കുക, ഭക്ഷണം കഴിച്ചിട്ട് 1 മണിക്കൂർ കൊണ്ടേ ഉള്ളൂ, പോയി പ്രാർത്ഥിച്ച് ഒരുങ്ങിയിട്ട് കുമ്പസാരിക്കാൻ. ഇല്ല അച്ചോ, എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റണില്ല. നിനക്ക് എന്നെ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത? എനിക്ക് ഭക്ഷണം എടുത്ത് കൈകളിലൊക്കെ എടുത്ത് വായിലേക്ക് വെക്കുമ്പോൾ എൻ്റെ അമ്മയുടെ മുഖം എൻ്റെ മനസ്സിലേക്ക് വരും, എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. അതിനാണത്. ലച്ചോ, അമ്മ ഭക്ഷണം കഴിക്കാൻ എടുത്തപ്പോൾ ഇന്നലകളിൽ പലപ്പോഴും ഞാൻ എൻ്റെ പുറങ്കാല് കൊണ്ട് അമ്മയുടെ കയ്യെ തട്ടി ചോറൊക്കെ തട്ടിക്കളഞ്ഞിട്ടുണ്ട്. ഭക്ഷണം കഴിക്കാൻ എടുത്ത് വെച്ചൊക്കെ ഞാൻ അടിച്ച് തെറിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ മദ്യത്തിലാണ് പല ദിവസങ്ങളും വീട്ടിൽ വന്നുകൊണ്ടിരുന്നത്. അമ്മയുള്ളൂ, വേറെ ആരുമില്ല. അമ്മ ഒരൊറ്റ മകനേ ഉള്ളൂ. ഇവൻ്റെ വിവാഹം നടത്താൻ വേണ്ടിയാണ് അമ്മ ഇത്രയും നാളായിട്ട് കണ്ണുനീരോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവനെങ്ങനെയെങ്കിലും ഒന്ന് കെട്ടിച്ചു വിടാനായിട്ട്. ഇവന് ഈ കോലത്തിൽ ആര് പെണ്ണ് കൊടുക്കാനാ? പിന്നെ ആരും പെണ്ണിനെ കൊടുക്കുന്നില്ല. കാരണം അതുപോലെ എപ്പോഴും മദ്യത്തില്ല, എപ്പോഴും ലഹരിയാണ്. അതും വെള്ളമടിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞാലും എപ്പോഴും അടിയും, അമ്മയെ തല്ല്. ഇത് വേറെ ആരും ഇല്ലല്ലോ. ഈ മദ്യത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആ രൂപി, ആ തിന്മ, ഇവനെ കൊണ്ട് അമ്മ കഴിക്കാൻ വെച്ചിരിക്കുന്ന സാധനങ്ങൾ എടുത്തിട്ട് തല്ലിപ്പൊട്ടിക്കുക, അതെടുത്ത് കളയുക. ചില സമയത്ത് അമ്മ പറഞ്ഞാണ്, ഈ ചില സമയത്ത് ഈ സാധനങ്ങൾ മുഴുവനും, അമ്മയും കൂട്ടിക്കൊണ്ട് പിന്നീട് ധ്യാനത്തിന് വന്നു, ഈ സാധനങ്ങൾ മുഴുവൻ എടുത്തിട്ട് ഈ ഭക്ഷണം ഉണ്ടാക്കി അതുപോലെ തന്നെ കമത്തിക്കും. എന്തിനാ? ഈ തള്ള കഴിക്കണ്ടെന്ന്. ഈ പാവപ്പെട്ട അമ്മ പണിയെടുത്ത് കൂലിവേലയെടുത്താണ് ഇവനുള്ള ഭക്ഷണം ഉണ്ടാക്കുന്നത്. ഇവന് ഒരു പൈസ വീട്ടിൽ കൊടുക്കുന്നില്ല. അവനും കൂടി തിന്നാനുള്ളത് ഈ പ്രായമായ അമ്മയാണ് ഉണ്ടാക്കുന്നത്, കഷ്ടപ്പെട്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അത് ഈ തള്ളയെ പോലും തീറ്റാത്ത രീതിയിൽ ഇവനെല്ലാം നശിപ്പിച്ചാണ്. ഇതെല്ലാം കഴിഞ്ഞ് ഇവൻ ഇതിനിടയ്ക്ക് ഈ അടുത്ത കാലത്ത് ഈ ധ്യാനത്തിന് വരും തൊട്ടു മുമ്പായിട്ട് ഇവനൊരു ആക്സിഡൻ്റ് ഉണ്ടായി ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് ഇവൻ ഓർക്കുകയാണ്, ഇവൻ്റെ കൈയൊക്കെ ഇങ്ങനെ കെട്ടിപ്പൂട്ടി ഇട്ടിരിക്കുന്ന സമയത്ത് ഇവന് ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റാത്തൊരു സമയമായിരുന്നു. ഇവന് തന്നെ എടുത്ത് കഴിക്കത്തില്ല. അപ്പം അമ്മയെ വീട്ടിലുള്ള വേറെ ആരുമില്ല. അമ്മ മുഴുവൻ സമയം ഹോസ്പിറ്റലിലിരുന്ന് അമ്മ ഭക്ഷണം കഞ്ഞിയൊക്കെ വാരി വായിൽ വെച്ച് കൊടുക്കും. ഭക്ഷണമൊക്കെ ഉരുട്ടി ഇവൻ്റെ വായ വെച്ച് ഭക്ഷണമൊക്കെ എടുത്ത് വെച്ച് കൊടുക്കുമായിരുന്നു. ഈ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തിറങ്ങി വീണ്ടും പഴയ അവസ്ഥയായി. പക്ഷെ ധ്യാനത്തിന് വന്ന് 2 ദിവസം വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ക്രിസ്തുവിൻ്റെ പ്രകാശം അവൻ്റെ ഹൃദയത്തെ ആഞ്ഞടിച്ചു. ഇവൻ ഭക്ഷണം കഴിക്കാനാണ് വചനം കേട്ടിട്ട് ആ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട എന്തൊരു വിഷയമായിരുന്നു വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് സംസാരിച്ച്. അതവൻ്റെ ഹൃദയത്തെ മുറിച്ചു. ഹൃദയത്തിൻ്റെ അന്ധകാരത്തെ പരിശുദ്ധാത്മാവ് എടുത്തു കളഞ്ഞു. ഹൃദയം വിങ്ങി പൊട്ടാൻ തുടങ്ങി. അവൻ്റെ കണ്ണുകൾ തുറക്കപ്പെട്ടു. അവൻ അമ്മയുടെ സ്നേഹം മനസ്സിലാക്കാൻ തുടങ്ങി. അമ്മ അനുഭവിക്കുന്ന വേദന മനസ്സിലാക്കാൻ തുടങ്ങി. ഇന്നലകളിൽ ഞാൻ മൂലം അമ്മ കടന്നു പോയിട്ടുള്ള നൊമ്പരങ്ങളും കണ്ണുനീരും അവന് അപ്പം കാണാൻ പറ്റി. അന്നുവരെ അവൻ കണ്ടിട്ടില്ല. അന്നുവരെ അത് കാണാൻ ശ്രമിച്ചിട്ടില്ല. കേൾക്കാൻ ശ്രമിക്കാത്തവന് ഭക്ഷണം എടുത്ത് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയപ്പോൾ ഭക്ഷണം വായിലേക്ക് വെച്ചപ്പോൾ അവനത് വെക്കാൻ പറ്റുന്നില്ല. അവൻ്റെ മനസ്സിലേക്ക് വരുന്ന അമ്മ ഭക്ഷണം കഴിച്ചപ്പോൾ തട്ടിത്തെറിപ്പിച്ചതും ഇവൻ ഹോസ്പിറ്റലിൽ ആക്സിഡൻ്റ് ആയിട്ട് കിടന്നപ്പോൾ അമ്മ ഭക്ഷണം വാരി തന്നതും ആ അമ്മയാണല്ലോ ഞാൻ ഇത്രയും വേദനിപ്പിച്ചത്, ഇപ്പോഴും വേദനിപ്പിച്ചുകൊണ്ട് എന്ന് ഓർത്തിട്ട് ഇവൻ അങ്ങോട്ട് വിങ്ങി പൊട്ടാൻ തുടങ്ങി. അവൻ പറഞ്ഞു, അച്ചോ ഞാൻ അതുപോലെ കൊടും പാപിയാച്ചോ, എൻ്റെ അമ്മയെ ഞാൻ എത്ര വട്ടം തല്ലിയിട്ടുണ്ടെന്ന് പോലും എനിക്ക് അറിയത്തില്ല. മുട്ടുകുത്തി കാലയെ പിടിച്ച് കിടന്ന് വാവിട്ട് കരയോ, എനിക്ക് എൻ്റെ അമ്മയെ വിളിക്കണം, എനിക്ക് എൻ്റെ അമ്മയെ ഫോൺ വിളിക്കണം, ആ ഫോണൊന്ന് തരോ. ഇതിനാണ് വെളിച്ചം കിട്ടുക എന്ന് പറയുന്നത്. ഇതിനാണ് പ്രകാശം കിട്ടുക എന്ന് പറഞ്ഞത്. ഇന്നലകളിൽ മൂടപ്പെട്ടു പോയ കണ്ണുകൾ, ഇന്നലകളിൽ മൂടപ്പെട്ടു പോയ ഹൃദയം, ഇന്നലകളിൽ മൂടപ്പെട്ടു പോയ മനസ്സ് തുറക്കപ്പെട്ടു വചനം കേട്ടപ്പോൾ. അതുകൊണ്ട് ലൂക്കാസ് സുവിശേഷം നമ്മൾ കാണുന്നുണ്ട്, യേശു തന്നെക്കുറിച്ച് പ്രവാചകന്മാരിൽ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ വചനത്തിലൂടെ വിശുദ്ധ ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കി പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ശിഷ്യന്മാർ പറയും, നമ്മുടെ ഹൃദയം ജ്വലിച്ചില്ലേ, ഹൃദയം ജ്വലിച്ചില്ലേ. ഈ വചനം ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ ഹൃദയത്തിൻ്റെ മനസ്സിൻ്റെ അന്ധകാരം അങ്ങോട്ട് മാറി. ഈശോ പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ അന്ധകാരം പ്രകാശം. അപ്പം അമ്മയെ അമ്മയായിട്ട് കാണാൻ പറ്റി, ജീവിത പങ്കാളിയായിട്ട് കാണാൻ പറ്റും. മാതാപിതാക്കളെ മാതാപിതാക്കളായിട്ട് കാണാൻ പറ്റണമെങ്കിൽ ഈ വെളിച്ചം വേണം. ദാമ്പത്യ വിശ്വസ്തത പാലിക്കണമെങ്കിൽ ഈ വെളിച്ചം വേണം. സ്വന്തം അപ്പനും അമ്മയെയും സ്നേഹത്തോടെ സംരക്ഷിക്കാനും അവരെ ബഹുമാനിക്കാനും പറ്റണമെങ്കിൽ വെളിച്ചം വേണം. തൻ്റെ തന്നെ ജീവിതത്തെക്കുറിച്ച് ആത്മീയ ആനന്ദത്തിലും പക്വതയിലും വളരാൻ പറ്റണമെങ്കിൽ പോലും ഈ വെളിച്ചം വേണം. ഈ വെളിച്ചമില്ലാത്തവരാണ് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നത്, നിരാശയിൽ കഴിയുന്നത്, കുറ്റബോധത്തിൽ കഴിയുന്നത്, മറ്റുള്ളവരെക്കുറിച്ച് കുറ്റം പറയുന്നത്, അവരെക്കുറിച്ച് എപ്പോഴും പരിഹസിക്കുന്നത്, അല്ലെങ്കിൽ പിറുപിറുക്കുന്നത്, ജീവിതത്തെക്കുറിച്ചുള്ള പിറുപിറുപ്പുകളും കുറ്റപ്പെടുത്തലുകളും ഒക്കെയായി എപ്പോഴും ഒരു ജീവിതം തള്ളി നീക്കുന്നത് ഈ വെളിച്ചം കിട്ടാത്തതുകൊണ്ട്. ക്രിസ്തുവിൻ്റെ വെളിച്ചം വരുമ്പോൾ വെളിച്ചം വരുന്ന മേഖലകൾ പ്രകാശിക്കാൻ തുടങ്ങും, കൃത്യമായിട്ട് കാണാൻ പറ്റും.
സൂര്യപ്രകാശത്തിൽ എങ്ങനെ കൃത്യതയോടുകൂടി ഒരു വസ്തുവിനെ കാണാൻ പറ്റും, അതേ കൃത്യതയോടുകൂടി തന്നെ ആത്മീയ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെ നിനക്ക് കാണാൻ പറ്റും. നിന്റെ ജീവിതത്തെക്കുറിച്ച് ഒരു കൃത്യമായിട്ട് കാഴ്ചപ്പാടുണ്ടാവും. അതുകൊണ്ടാണ് ധ്യാനം കൂടുമ്പോൾ അപ്പം മനസ്സിലായി, ഞാനൊരു അപ്പനായിട്ട് ഇന്നുവരെ ജീവിച്ചല്ലോ, ഇനിയിപ്പോൾ ഇങ്ങനെ പോയാൽ പോരാ. ധ്യാനം കൂടുന്ന ഒരു അമ്മയ്ക്ക് ഒരു പ്രകാശം കിട്ടുക. ഒരമ്മയായിട്ടല്ലല്ലോ ഞാൻ ഇന്നലെ ജീവിച്ചത്, ഒരു മാറ്റം വേണമല്ലോ. ഒരു മകനും മകൾക്കും ഒരു പ്രകാശം കിട്ടുക. ഇനി എൻ്റെ അപ്പനമ്മയെ ഇങ്ങനെ വേദനിപ്പിച്ചുകൊണ്ട് കാര്യമില്ലല്ലോ. കാരിസ് ഭവനിൽ കുറച്ച് നാളായുള്ളൂ വന്ന ഒരു പെങ്കൊച്ചിനും കൂട്ടിക്കൊണ്ട് അപ്പനും അമ്മയും കൂടി വന്നതാണ്. ഒരു അന്യജാതിയിലുള്ള ഒരു പയ്യനുമായിട്ട് റിലേഷൻഷിപ്പ്. എത്ര പറഞ്ഞാലും ഇവള് മാറുകയല്ല. ചത്താപ്പോലും അവനെ അല്ലാതെ വേറൊരു കെട്ടുകയില്ലെന്നാണ് പറയുന്നത്. അപ്പനും അമ്മയ്ക്കും കുഞ്ഞുനാൾ മുതലുള്ള ഒരു ആഗ്രഹമായിരുന്നു ദേവാലയത്തിൽ വെച്ച് വിവാഹം കഴിക്കണം. മാതാപിതാക്കളുടെ ഒരു സ്വപ്നം, ഇത്രയും വളർത്തി വലുതാക്കിയത് അവരുടെ ഒരു സ്വപ്നമാണ്. തൻ്റെ മക്കളെ നല്ലൊരുവൻ്റെ കൈ പിടിച്ച് അവർ ആഗ്രഹിക്കുന്ന നല്ല ഒരു സ്റ്റാറ്റസ് ഉള്ള ഒരുവൻ്റെ കൂടെ വിടണമെന്ന്. ശിവള് ഈ പറഞ്ഞ പോലെ പോകുന്ന വഴിക്ക് എവിടെയോ വെച്ച് പരിചയപ്പെട്ട ഒരു കടയിലുള്ള റീചാർജ് ചെയ്യാനിരിക്കുന്ന ഒരു പയ്യനുമായിട്ട് റിലേഷൻഷിപ്പിലായി. മറ്റൊരു മതത്തിലുള്ള അവനെ അല്ലാതെ വേറെ ആരും കെട്ടുകയില്ല. അതിൻ്റെ പേരിൽ വീട്ടിൽ നടന്ന കാര്യങ്ങൾ, പ്രശ്നങ്ങൾ, കുടുംബം മുഴുവൻ അസ്വസ്ഥയായി. ഇവളുടെ താഴെ 2 സഹോദരിമാരുണ്ട്, അവർക്കും പ്രശ്നം. ഇവള് വീട്ടിൽ കയറിയ എപ്പോഴും ബഹളം, പ്രാർത്ഥനയില്ല, എല്ലാത്തിനും ഭയങ്കര ദേഷ്യം കയറി കഴിഞ്ഞാൽ പാത്രവും പ്ലേറ്റൊക്കെ എടുത്തിട്ട് താഴെയിട്ട് പൊട്ടിക്കുക, കയ്യിൽ കിട്ടുന്നൊക്കെ വലിച്ചെറിയുക, അപ്പനാണ് നോക്കുകയില്ല, അമ്മയാണ് നോക്കുകയില്ല, വായിൽ വരുന്നെല്ലാം വിളിച്ചു പറയാം. ഭയങ്കരമായിട്ട് അങ്ങോട്ട് പ്രശ്നം. അതുകൊണ്ട് നിങ്ങൾ കെട്ടിച്ച് തന്നില്ലേ ഞാൻ ഇറങ്ങി പോകുന്നാണ് പറയുന്നത്. അവനോടെ അല്ല വേറെ ആരുടെയും കൂടെ ഞാൻ ജീവിക്കാലെന്നാണ് പറയുന്നത്. ഇതിൻ്റെ വരായികൾ, അതിൻ്റെ വശം, അവനെക്കുറിച്ചുള്ള കാര്യങ്ങൾ, മറ്റുള്ളവർ പറഞ്ഞു കേട്ട കാര്യങ്ങളൊക്കെ മാതാപിതാക്കൾ പറഞ്ഞു, എടി ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ചെറിയൊരു ഇഷ്യൂസൊക്കെ ഉള്ള പയ്യനാ, ഇച്ചിരി കഞ്ചാവിൻ്റെ പ്രശ്നം അങ്ങനെയൊക്കെ ഉള്ളതാ. അപ്പോൾ അതെല്ലാം പറഞ്ഞു. അവൾ പറഞ്ഞു ഇതൊക്കെ ഞാൻ ശരിയാക്കിക്കോളാം. ഭയങ്കര അവൾ പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ച് അവനെ ശരിയാക്കിക്കോളാം. സ്വന്തം അപ്പനും അമ്മയും കുറേ നാളായിട്ട് പ്രാർത്ഥിച്ചിട്ട് മാറാത്ത സാധനമാണ് പറയുന്നത്. ഇനി അവൾ പ്രാർത്ഥിച്ചിട്ട് അവനെ ശരിയാക്കിക്കൊള്ളാം. ശ്രദ്ധിക്കണേ, ഈ പെങ്കൊച്ച് ധ്യാനത്തിന് വന്നു. ആദ്യം 2 ദിവസം കല്ലിന് കാറ്റുപിടിക്കാത്തതുപോലെ ഇങ്ങനെ ഇരിക്കുക. കൗൺസിലിങ്ങിന് പോയി പരിശുദ്ധാത്മാവ് സ്പർശിച്ചു, കൃത്യമായ മെസ്സേജ് എടുത്തു. കൃത്യമായി കൗൺസിലിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് ഇവളുടെ ജീവിതത്തെക്കുറിച്ചും ഇവളിൽ ഇന്നലകളിൽ കടന്നുപോയ വഴികളെക്കുറിച്ചും തെറ്റായ മേഖലകളെക്കുറിച്ചും ദൈവത്തിൻ്റെ ആത്മാവ് ഇവൾ അങ്ങോട്ട് പറയാതെ ഇങ്ങോട്ട് പരിശുദ്ധാത്മാവ് സംസാരിച്ചു. അതോടുകൂടി അവൾക്കൊരല്പം മനസ്സിനൊരു മാറ്റം ഉണ്ടാകാൻ തുടങ്ങി. പിന്നെ പറഞ്ഞുകൊണ്ടിരുന്ന ഓരോ വചനവും അവളുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാൻ തുടങ്ങി. ബുധനാഴ്ച വൈകിട്ട് പേഴ്സണൽ പ്രയറിന്, വിടുതൽ പ്രാർത്ഥനയ്ക്ക് ഈ പെങ്കൊച്ച് വന്നപ്പോൾ ഇവൾ വിങ്ങി പൊട്ടിക്കൊണ്ട് കരഞ്ഞുകൊണ്ട് പറയാം, അച്ഛാ ആദ്യത്തെ 2 ദിവസം ഒന്നും എൻ്റെ തലയ്ക്കകത്ത് കയറിയിട്ടില്ല. ഇന്നലെ കുമ്പസാരം കഴിഞ്ഞ് കൗൺസിലിംഗ് കഴിഞ്ഞിട്ട് ഇവിടെ പറഞ്ഞ എല്ലാ വചനവും എനിക്ക് വേണ്ടി മാത്രം സംസാരിക്കുന്ന പോലെ തോന്നുക. ഇവിടെ പറഞ്ഞ മുഴുവൻ കാര്യങ്ങൾ എന്നോട് സംസാരിക്കുന്ന പോലെ അച്ചോ, എനിക്ക് വേണ്ടിയിട്ട് അച്ചോ. എന്നിട്ട് പെങ്കൊച്ച് എനിക്ക് വേണ്ടിയിട്ടാ കർത്താവ് ഈ ധ്യാനം സംഘടിപ്പിച്ച്. നമ്മൾ പറഞ്ഞാൽ ഇനി ഞാൻ തിരിച്ചു പോകുമ്പോൾ അച്ചോ എൻ്റെ മാതാപിതാക്കളെ വേദനിപ്പിച്ചുകൊണ്ട് എനിക്കൊരു ബന്ധം വേണ്ട. എൻ്റെ അപ്പനും അമ്മയും കണ്ണുനീരാഴ്ത്തിയിട്ട് എനിക്കൊരു ബന്ധം തുടരണ്ട. ഞാൻ നാളെ അമ്മയാകാനുള്ളതല്ലേ. അവൾക്ക് കിട്ടിയ വെളിച്ചം നോക്കിക്കേ. ഞാൻ നാളെ അമ്മയാകാനുള്ളവളല്ലേ. അതുകൊണ്ട് എൻ്റെ പെറ്റമ്മയെയും അപ്പനെയും വേദനിപ്പിച്ചിട്ട് എനിക്കൊരു ബന്ധം വേണ്ട എന്ന് പറയാനുള്ള ഒരു പരിശുദ്ധാത്മാവിലുള്ള വെളിച്ചം, ദൈവം കൂട്ടിച്ചേർത്ത ബന്ധത്തെ മുറിച്ചിട്ട് വേറൊരു ബന്ധം കൂട്ടിച്ചേർക്കാനുള്ള പൈശാചികമായ സ്വരത്തെ മാറ്റിവെക്കാനുള്ള വെളിച്ചം കിട്ടിയത് ദൈവവചനം ഹൃദയത്തിലേക്ക് കടന്നു ചെന്നപ്പോഴാണ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞേ, വചനം തന്നെയാ ഈശോ, വചനം മാംസം ധരിച്ച ഈശോ പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്. എന്നിലായിരിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുന്നത്, അവന് ജീവന്റെ പ്രകാശമുണ്ട്. ഏതു മേഖലയിലാണോ നമുക്ക് അന്ധകാരമുള്ളത്, പാപത്തിൻ്റെ മേഖലകൾ, അശുദ്ധിയുടെ മേഖലകൾ, തെറ്റായ ബോധ്യങ്ങൾ, തെറ്റായ ചിന്തകൾ, വൈകാരികതകൾ, ദേഷ്യം, പിടിവാശി, പൊട്ടിത്തെറിക്കുന്ന സ്വഭാവങ്ങൾ, ആരെ ഉൾക്കൊള്ളാൻ സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥകൾ, ചില ദുശീലങ്ങളിൽ കട്ടപ്പെട്ടതുപോലെ കിടക്കുന്ന മേഖലകൾ, ചില പാപ കൂട്ടുകെട്ടുകൾ, പാപബന്ധങ്ങൾ, ചില അശുദ്ധിയുടെ മേഖലകൾ, ചില ജഡിക പാപത്തിൻ്റെ കെട്ടുകൾ, ലൈംഗിക വൈകൃതങ്ങൾ, ഇതിലൊക്കെ നമ്മളിങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ ആ മേഖലകളിലേക്ക് ക്രിസ്തുവിൻ്റെ പ്രകാശം ഇന്ന് വരെ കടന്നു വന്നിട്ടില്ല, വരാൻ ഞാനൊട്ട് അനുവദിച്ചിട്ടുമില്ല. അതുകൊണ്ട് ഈശോയാകുന്ന യഥാർത്ഥ വെളിച്ചത്തെ നിന്റെ ജീവിതത്തിൻ്റെ അന്ധകാരത്തിലേക്ക് നീ വിളിക്കണം. ഈശോ പറഞ്ഞില്ലേ, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്.
യോഹന്നാന്റെ സുവിശേഷം 9:5 കർത്താവിൻ്റെ വചനം കൂട്ടിച്ചേർക്കുന്നു, ലോകത്തിലായിരിക്കുമ്പോൾ ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. ലോകത്തിലായിരിക്കുമ്പോൾ ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. എന്നിട്ട് 12:35 കർത്താവ് തന്നെ, ഈശോ തന്നെ സംസാരിക്കുകയാണ്, അല്പസമയം കൂടി പ്രകാശം നിങ്ങളുടെ ഇടയിലുണ്ട്. അതായത് അല്പസമയം കൂടി ഞാൻ നിങ്ങളുടെ ഇടയിലുണ്ട്. അന്ധകാരം നിങ്ങളെ കീഴടക്കാതിരിക്കാൻ പ്രകാശമുള്ളപ്പോൾ നടന്നുകൊള്ളുവിൻ. അന്ധകാരത്തിൽ നടക്കുന്നവൻ താൻ എവിടേക്കാണ് പോകുന്നതെന്ന് അറിയുന്നില്ല. അന്ധകാരത്തിൽ നടക്കുന്നവൻ, ക്രിസ്തുവിലല്ലാതെ നടക്കുന്നവൻ, പ്രകാശത്തിലല്ലാതെ നടക്കുന്നവൻ, അവൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അവൻ അറിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അന്ധകാരത്തിൻ്റെ പ്രവർത്തികൾ ഉപേക്ഷിച്ചിട്ട് പ്രകാശത്തിൻ്റെ പ്രവർത്തികൾ, ക്രിസ്തുവിൻ്റെ പ്രവർത്തികൾ ധരിക്കുന്നവരായി നമുക്ക് മാറാം. അതിനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നമ്മളെ അതിനെ സഹായിക്കും. അതിന് വചനത്തിൽ നമ്മൾ വളരണം, വചനം കേൾക്കണം. വചനം നമ്മുടെ ഹൃദയത്തെ മാറ്റിമറിക്കും. ക്രിസ്തുവായിട്ടുള്ള സ്നേഹം, ആ വെളിച്ചം നമ്മളിലേക്ക് കടന്നു വരാൻ കാരണമാകും. തുറന്നു വരുന്ന ആരാധനയുടെ സമയത്ത് നമുക്ക് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, എൻ്റെ ഹൃദയത്തെ തുറക്കണമേ, എൻ്റെ മനസ്സിനെ തുറന്നു തരണമേ, എൻ്റെ ശരീരത്തെ തുറന്നു തരണമേ, യഥാർത്ഥ വെളിച്ചം എന്നിലേക്ക് പ്രവേശിക്കാൻ എൻ്റെ ജീവിതത്തെ തുറന്നു തരണമേ എന്ന് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെ അതിനെ സഹായിക്കട്ടെ. ആമേൻ. ദൈവമേ, ദിവ്യകാരുണ്യമേ, ദിവ്യകാരുണ്യമേ, ദൈവമേ, ദൈവമേ, ദിവ്യകാരുണ്യമേ, ദിവ്യകാരുണ്യമേ, കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കണ്ണു തുറന്ന് ഈശോയെ നോക്കാം. ഇതാ ലോകത്തിൻ്റെ പ്രകാശം നമ്മുടെ മുമ്പിൽ. ഈ ആരാധനയുടെ സമയത്ത് പ്രത്യേകമായിട്ട് നമ്മുടെ വ്യക്തി ജീവിതത്തിൻ്റെ അന്ധകാരത്തിൻ്റെ മേഖലകളിലേക്ക്, നമ്മുടെ കുടുംബത്തിൻ്റെ അന്ധകാരത്തിൻ്റെ അവസ്ഥകളിലേക്ക് പ്രകാശം തന്നെയായ ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്ന് പറഞ്ഞ ഈശോയുടെ പ്രകാശത്ത് നമ്മളിലേക്ക് കടന്നു വരാൻ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്ന സമയമാകട്ടെ. കരങ്ങൾ മാറോട് ചേർത്ത് പിടിക്കുകയോ തുറന്നു പിടിക്കുകയോ എങ്ങനെ വേണമെങ്കിലും ആകാം. കണ്ണുകളെല്ലാവരും ഈശോയിൽ പതിപ്പിക്കട്ടെ. വചനം പറയുന്നുണ്ടല്ലോ, അവനെ നോക്കിയവരൊക്കെ പ്രകാശിതരായി. സങ്കീർത്തനം കൃത്യമായിട്ട് പറയുന്നു, അവനെ നോക്കിയവരൊക്കെ പ്രകാശിതരായി. ഇവിടെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില മേഖലകളിൽ ഇനിയും കർത്താവിൻ്റെ പ്രകാശം കടന്നു വരേണ്ടതുണ്ട്. ആ മേഖലകളിലേക്ക് ഒരു വെളിച്ചം വീശിയാൽ, ഒരു പ്രകാശം കടന്നു വന്നാൽ, ഈശോയുടെ പ്രകാശം കടന്നു വന്നാൽ ആ അന്ധകാരത്തിൽ നിന്നും പുറത്തു വരാൻ പറ്റും. ചില പാപത്തിൻ്റെ അന്ധകാരത്തിൽ കിടക്കുന്നവരായിരിക്കാം നമ്മൾ, ചില അശുദ്ധിയുടെ അന്ധകാരത്തിൽ കിടക്കുന്നവരായിരിക്കാം നമ്മൾ, ചില തെറ്റായ ബോധ്യങ്ങളുടെ ബന്ധങ്ങളുടെ അന്ധകാരത്തിൽ കിടക്കുന്നവരായിരിക്കാം നമ്മൾ, ഒരുപക്ഷെ ദാമ്പത്യ അവിശ്വസ്തതയുടെ അന്ധകാരത്തിൽ കിടക്കുന്നവരായിരിക്കാം, ചിലപ്പോൾ അനുസരണക്കേടിൻ്റെ അന്ധകാരത്തിലായിരിക്കാം, ചില ദുശീലങ്ങളുടെ അന്ധകാരത്തിൻ്റെ അടിത്തട്ടിൽ കിടക്കുന്നവരായിരിക്കാം നമ്മൾ, ചില വൈകൃതങ്ങളുടെ അടിത്തട്ടിൽ അന്ധകാരത്തിലും കിടക്കുന്നവരായിരിക്കും നമ്മൾ. ഈ മേഖലയിലൊക്കെ ഈശോയുടെ പ്രകാശം കടന്നു വരണം. ഒരു വിശ്വാസത്തിൻ്റെ മേഖലകളിൽ പോലും നമ്മൾ അന്ധകാരത്തിലായിരിക്കാം. വിശ്വാസമില്ല, പ്രതീക്ഷയില്ല, പ്രത്യാശയില്ല, സ്നേഹമില്ല. ഈ മേഖലകളിലേക്കൊക്കെ യേശുവിൻ്റെ പ്രകാശം കടന്നു വരുമ്പോൾ സൗഖ്യം കിട്ടും. നമ്മൾ പ്രാർത്ഥിക്കുക, കർത്താവേ, എനിക്ക് ഇന്ന മേഖലകളിൽ പ്രകാശം വേണം. ദിവസം ആരംഭിക്കുന്ന തന്നെ വെളിച്ചമുണ്ടാകട്ടെ. ഈശോ പറഞ്ഞു, കർത്താവ് പറഞ്ഞു വെളിച്ചമുണ്ടാകട്ടെ. വെളിച്ചമുണ്ടായി. കർത്താവ് ഈ മക്കൾക്ക് വെളിച്ചം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏതൊക്കെ മേഖലകളിലാണോ എനിക്ക് വെളിച്ചം കിട്ടേണ്ടത് ആ മേഖലകളിലേക്ക് ഈശോയുടെ പ്രകാശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ലോകത്തിൻ്റെ പ്രകാശമല്ല, കർത്താവിൻ്റെ യേശുവിൻ്റെ പ്രകാശം കടന്നു വരണം. ഈശോ ചിന്തിച്ചതുപോലെ ചിന്തിക്കാൻ പറ്റണം. ഈശോ പ്രവർത്തിച്ചതുപോലെ പ്രവർത്തിക്കാൻ പറ്റണം. ഈശോ സംസാരിച്ചതുപോലെ സംസാരിക്കാൻ പറ്റണം. ഈശോ ജീവിച്ചതുപോലെ ജീവിക്കാൻ പറ്റണം. ഈശോ ക്ഷമിച്ചതുപോലെ ക്ഷമിക്കാൻ പറ്റണം. ഈശോ അനുസരിച്ചതുപോലെ അനുസരിക്കാൻ പറ്റണം. ഈശോ കാൽവരിയിൽ ബലിയായി തീർന്നതുപോലെ പിതാവിൻ്റെ ഹിതത്തിന്, ദൈവേഷ്ടത്തിന് ജീവിതത്തെ സമർപ്പിക്കാൻ പറ്റണം. ക്രിസ്തുവിൻ്റെ പ്രകാശം കടന്നു വരുമ്പോൾ ജീവിതം കൂടുതൽ വിശിഷ്ടമുള്ളതായി, സ്നേഹമുള്ളതായിട്ട് മാറാൻ തുടങ്ങും. ഈശോയെ, എന്നിലേക്ക് അവിടുത്തെ സ്നേഹം ചുരിയണമേ. ഈശോ എൻ്റെ കുടുംബത്തിലേക്ക് അവിടുത്തെ വെളിച്ചം തരണമേ. സ്നേഹത്തിൻ്റെ വെളിച്ചം, സഹനത്തിൻ്റെ വെളിച്ചം, ക്ഷമയുടെ വെളിച്ചം,
വിശുദ്ധിയുടെ വെളിച്ചം ഇപ്പോൾ തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും കരങ്ങൾ അങ്ങോട്ട് ഈശോയിലേക്ക് അങ്ങോട്ട് നീട്ടിപ്പിടിച്ച് ഈശോയെ കണ്ണ് തുറന്നൊന്ന് കണ്ടേ. ഈ ദിവ്യകാരുണ്യത്തിലേക്ക് ഈശോ എഴുന്നള്ളിയിരിക്കുന്ന അവൻ്റെ സാന്നിധ്യത്തിലേക്ക് കണ്ണൊന്ന് പതിപ്പിച്ചിട്ട്, ഈശോയെ എൻ്റെ കണ്ണുകൾക്കൊരു പ്രകാശം കിട്ടണം, എൻ്റെ കണ്ണുകൾക്കൊരു പ്രകാശം വേണം. ലോകത്തെ കണ്ട്, ജഡത്തെ കണ്ട്, പാപത്തെ കണ്ട് എൻ്റെ കണ്ണുകൾ ഇന്ന് അന്ധകാരത്തിലാണെങ്കിൽ ഈശോയെ എൻ്റെ കണ്ണുകൾക്ക് ഒരു തെളിച്ചം തരണമേ എന്ന് പ്രാർത്ഥിക്കുക. എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഒരു തെളിച്ചം തരണമേ, ഒരു പ്രകാശം തരണമേ, ഒരു വെളിച്ചം അയക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഈ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഈ മക്കളിലേക്ക് ഇപ്പോൾ ദിവ്യകാരുണ്യത്തിൽ നിന്നും ശക്തി പുറപ്പെടട്ടെ, വെളിച്ചം പുറപ്പെടട്ടെ. ഇവിടെ കുടുംബ ബന്ധങ്ങൾ തകർന്നു പോയിട്ടുണ്ടെങ്കിൽ ആ ബന്ധങ്ങളിലേക്ക് കർത്താവിൻ്റെ വെളിച്ചം കടന്നു വരട്ടെ. കർത്താവെ, മാതാപിതാക്കളെ സ്നേഹിക്കാൻ പറ്റാത്ത മക്കളുണ്ടെങ്കിൽ അവരിലേക്ക് ഈശോയുടെ സ്നേഹത്തിൻ്റെ വെളിച്ചം കടന്നു വരട്ടെ. കർത്താവെ, ക്ഷമിക്കാൻ പറ്റാത്ത മക്കൾ ഈ ആരാധനയിൽ ഇരുന്ന് പങ്കുകൊള്ളുന്നുണ്ടെങ്കിൽ കർത്താവെ, ക്ഷമിക്കുവാനുള്ള വെളിച്ചം അവരുടെ മനസ്സിലേക്കും ഹൃദയത്തിലേക്കും കടന്നു ചെല്ലട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വെറുപ്പും വിദ്വേഷവും വൈരാഗ്യ ബുദ്ധിയുമായിരിക്കുന്ന മക്കളുണ്ടെങ്കിൽ അവരിലേക്ക് ഈശോയുടെ വെളിച്ചം ഇപ്പോൾ കടന്നു ചെല്ലട്ടെ. ചില പാപത്തിൻ്റെ കെട്ടുകളിൽ കിടക്കുന്ന മക്കൾ, ചില അശുദ്ധിയുടെ ബന്ധനത്തിൽ കിടക്കുന്ന മക്കളുണ്ടെങ്കിൽ കർത്താവേ, ആ മേഖലകളിലേക്ക് അവിടുത്തെ വെളിച്ചം ഇപ്പോൾ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ വിടുതൽ യേശുനാമത്തിൽ ഇപ്പോൾ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കെട്ടുകൾ അടിയട്ടെ, എല്ലാ സാത്താൻ്റെ അടിമത്തത്തിൻ്റെ നുഖങ്ങളും അടിയട്ടെ, എല്ലാ അന്ധകാരത്തിൻ്റെ ആധിപത്യങ്ങളും ഇപ്പോൾ യേശുനാമത്തിൽ അവസാനിക്കട്ടെ. അത്ഭുതകരമായ വിടുതൽ ഈ മക്കളിലേക്കും ഇവിടെ കുടുംബങ്ങളിലേക്കും ഇപ്പോൾ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ആരാധന, ആരാധന, ആരാധന. കൃപയൊഴുക്കണമേ കർത്താവേ. അങ്ങിൽ ആശ്രയിക്കുവാനുള്ള കൃപ നൽകണമേ, അങ്ങിൽ വിശ്വസിക്കാനുള്ള കൃപ നൽകണമേ, അങ്ങേ സ്നേഹിക്കാനുള്ള കൃപ നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. കരങ്ങൾ കൂപ്പാം, ശിരസ് നമിക്കാം. ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ്. ആയിരിക്കുന്നിടങ്ങളിൽ നിന്നുകൊണ്ട് ഈശോയെ, എൻ്റെ അന്ധകാരത്തിൻ്റെ ജീവിതമാകുന്ന അന്ധകാരത്തിൻ്റെ ജീവിതത്തിൽ നിഴലിച്ച് കിടക്കുന്ന അന്ധകാരത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും എൻ്റെ കുടുംബത്തിലേക്കും ഈശോയെ അവിടുത്തെ പ്രകാശം നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. പരിശുദ്ധ പരമകാരുണ്യമേ,